Hi, I am Dr. Radhakrishnan Nair, practicing gynecologist with special interest in andrology and sexual medicine from Cochin. നിങ്ങൾക്ക് ആരോടും അട്രാക്ഷൻ തോന്നുന്നില്ലേ? മറ്റുള്ളവരോട് ഒരു തരത്തിലുമുള്ള അട്രാക്ഷൻ ഫീൽ ചെയ്യാത്തവരെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. സെക്ഷൽ അട്രാക്ഷൻ വളരെ കുറവോ ഇല്ലാത്തവരാണെങ്കിൽ അവർ അസെക്ഷൽ ആയിരിക്കാം എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ചിലരുടെ ധാരണ അസെക്ഷലും ബ്രഹ്മചര്യവും ഒന്നാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ബ്രഹ്മചര്യം ആ വ്യക്തി സ്വയം സെലക്ട് ചെയ്യുന്നതാണ്. അത് വ്യക്തിപരമോ മതാധിഷ്ഠിതമോ ആവാം. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന പലരും അസെക്ഷൽ അല്ല. അവർ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നാൽ മാറാനും ചാൻസ് ഉണ്ട്. അസെക്ഷൽ ആയിട്ടുള്ളവർ ചില അവസരങ്ങളിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനും സ്വയംഭോഗം ചെയ്യാനും സാധ്യതയുണ്ട്. അസെക്ഷൽ എന്ന് പറയുന്നത് ഒരു സെക്ഷൽ ഓറിയന്റേഷൻ ആണ്. അതൊരു മെഡിക്കൽ കണ്ടീഷനോ ഹോർമോണിന്റെ കുറവ് കൊണ്ടോ സ്വയം സെലക്ട് ചെയ്യുന്നതോ അല്ല. അവർ കരുതുന്നത് പോലെ ബിഹേവിയർ പ്രോബ്ലമോ അല്ല എന്ന് ഞാൻ വീണ്ടും പറയുക. കാരണം പലരും ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന ചില ഭാര്യമാരും ഭർത്താക്കന്മാരും ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്താറുണ്ട്. അവർ ജീവിത അവസാനം വരെ ഒരു പാർട്ട്ണറുമായിട്ടുള്ള സെക്സ് ആഗ്രഹിക്കുന്നവർ ആയിരിക്കണമെന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടാറുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിക്കുന്നതായിരിക്കും ഇക്കൂട്ടർ. ഒത്തിരി പേർക്ക് എന്താണ് ഈ സെക്ഷൽ അട്രാക്ഷൻ എന്ന് പോലും അറിയത്തില്ല. ഞാൻ ചിലരോട് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, എന്താണ് ഡോക്ടർ ഈ സെക്ഷൽ അട്രാക്ഷൻ എന്ന് വെച്ചാൽ? അവർ അതുവരെ അനുഭവിച്ചറിയാത്തത് കൊണ്ടാവാം അങ്ങനെ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള സംശയങ്ങൾ പലരോടും ചോദിക്കാനും ചർച്ച ചെയ്യാനും മടിയാണ്. അത് കാരണം പലരും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ ആരോടും ഇഷ്ടമല്ലെങ്കിൽ ക്രഷ് ഒന്നും തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ചിലർ പറയും ക്രഷൊക്കെ തോന്നിയിട്ടുണ്ട് പലരോടും. ആ വ്യക്തിയോട് ഒത്തിരി ഇഷ്ടവും തോന്നിയിട്ടുണ്ട്. പക്ഷെ സെക്ഷൽ അട്രാക്ഷൻ ഒന്നും തോന്നാറില്ല. ആ വ്യക്തിയോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനോ യാത്ര ചെയ്യുന്നതിനോ ഒരുമിച്ചിരിക്കുന്നതിനോ ഒന്നും തടസ്സമില്ല. പക്ഷെ മറ്റു തരത്തിലുമുള്ള വികാരം തോന്നാറില്ല. അപ്പോൾ സെക്ഷൽ അട്രാക്ഷൻ അല്ലാതെ മറ്റെന്തെങ്കിലും അട്രാക്ഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. മറ്റൊരു വ്യക്തിയുമായി സെക്സിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്ന വികാരമാണ് സെക്ഷൽ അട്രാക്ഷൻ എന്നും പറഞ്ഞുവല്ലോ. സാധാരണ ഉണ്ടാകുന്ന ഈ വികാരത്തിന് റിലേഷൻഷിപ്പിന്റെ ആവശ്യം ഉണ്ടാവണമെന്നില്ല, റൊമാൻറ്റിക് ആവണമെന്നുമില്ല, എമോഷണൽ കണക്ഷനും വേണ്ട. അത് ഗേ ആവാം, ലെസ്ബിയൻ ആവാം, ബൈസെക്ഷൽ ആവാം, ഏത് സെക്ഷൽ ഓറിയന്റേഷൻ വേണമെങ്കിലും ആവാം. അത് ഒരുമിച്ച് പഠിക്കുന്ന കുട്ടിയോടോ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളോടോ, എയർപോർട്ടിലോ ട്രെയിനിലോ വെച്ച് കാണുന്ന ആളോടോ, അതുമല്ലെങ്കിൽ വഴിയിൽ വെച്ച് കാണുന്ന ആളോടോ ആവാം. മറ്റൊരു വ്യക്തിയുമായി റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന് ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്ന വികാരമാണ് റൊമാൻറ്റിക് അട്രാക്ഷൻ. അവിടെ സെക്ഷൽ അട്രാക്ഷൻ വേണമെന്നില്ല. അതൊരു ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം റിലേഷൻഷിപ്പ് ആവാം. റൊമാൻറ്റിക് അട്രാക്ഷൻ ഉള്ള രണ്ടുപേരുടെയും ക്ലോസ്നെസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർ റൊമാൻറ്റിക് ആണെന്ന്. സാധാരണയായി സെക്ഷൽ വികാരങ്ങളുള്ള എല്ലാവർക്കും റൊമാൻറ്റിക് അട്രാക്ഷനും സെക്ഷൽ അട്രാക്ഷനും ഒരുമിച്ചുണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ പരസ്പരം മിസ് ചെയ്യുകയും രാത്രി മുഴുവൻ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കാനും ചാൻസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടില്ലേ, എനിക്ക് അവനോടൊരു ക്രഷ് തോന്നുന്നു എന്ന്. എന്താണ് ഈ ക്രഷ്? ക്രഷ് എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് തോന്നുന്ന ഒരു തരത്തിലുള്ള റൊമാൻറ്റിക് അട്രാക്ഷൻ തന്നെ. അതൊരു താൽക്കാലികമായ വികാരമാവാം. പരസ്പരം പറയണമെന്നോ എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെന്നോ നിർബന്ധമില്ല. ക്രഷ് പലരും സ്കൂൾ തലം മുതൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ തുറന്നു പറയാറില്ലെങ്കിലും പ്രായഭേദമന്യേ എപ്പോഴും നിങ്ങൾക്ക് പലരോടും ക്രഷ് തോന്നാറില്ലേ? ആരോഗ്യത്തിനും മനസ്സിനും വളരെ നല്ലതും നമ്മൾ തുറന്നു പറഞ്ഞൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ വളരെ സേഫുമാണ്. കാരണം ആരെയും നമ്മൾ ശല്യപ്പെടുത്തുന്നില്ലല്ലോ. ചിലർ ഇഷ്ടമുള്ളവരെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ അപ്പിയറൻസിനെയോ അവരുടെ കഴിവുകളെയോ എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു അട്രാക്ഷനെ എസ്തെറ്റിക് അട്രാക്ഷൻ എന്ന് പറയും. യു ആർ നോട്ട് ഇൻ ലവ് വിത്ത് ദം. അതൊരു തരത്തിലും സെക്ഷലായോ അല്ലെങ്കിൽ റൊമാൻറ്റിക്കോ ആയിരിക്കണമെന്നില്ല. ഒരിക്കലും ഒരു തരത്തിലുമുള്ള സെക്ഷൽ അട്രാക്ഷൻ തോന്നാതെ ആ വ്യക്തിയോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രം ആഗ്രഹിക്കുന്നതിന് എന്താ പറയുക? പ്ലാറ്റോണിക് അട്രാക്ഷൻ എന്ന് പറയും. ഇനി പലർക്കും പലരെയും ടച്ച് ചെയ്യുന്ന ഇഷ്ടമാണ്. ടച്ച് അല്ലെങ്കിൽ തൊടുന്നത് വല്ലാത്തൊരു അനുഭൂതിയാണ്. ഞാൻ സെക്ഷൽ ടച്ചിന്റെ കാര്യമല്ല പറയുന്നത്. ഒരു വ്യക്തിയുമായി, പ്രത്യേകിച്ച് ചില ആൾക്കാരുമായി തൊട്ടൊരുമയുള്ള റിലേഷൻ, ഉദാഹരണത്തിന് ഷേക്ക് ഹാൻഡ് കൊടുക്കുക, തോളത്ത് തട്ടുക, ചില അവസരങ്ങളിൽ കെട്ടിപ്പിടിക്കുക എന്നതെല്ലാം സെക്ഷൽ ഫീലിംഗ് കൊണ്ടായിരിക്കില്ല. ഈ അട്രാക്ഷന് സെൻഷ്വൽ അട്രാക്ഷൻ എന്ന് പറയും. ഇതൊരു റൊമാൻറ്റിക് ആവണമെന്നില്ല കേട്ടോ. there will be a desire to be touched or receive touch. Human touch and loneliness എന്ന സ്റ്റഡിയിൽ പറയുന്നത് being touched by someone reduces the feeling of loneliness എന്നാണ്. കുട്ടിക്കാലത്ത് നല്ല തലോടൽ കിട്ടാത്ത കുട്ടികൾ ഭാവിയിൽ വയലന്റ് ആകാറുണ്ടെന്ന പഠനങ്ങളുണ്ട്. കൂടാതെ പാറ്റിംഗ് ചെയ്യുന്നത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ കൂട്ടി പരസ്പരം ബോണ്ടിങ്ങും വിശ്വാസവും കൂടുമെന്നും പഠനങ്ങളുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടോ നമ്മളെ തോളത്തൊന്ന് തട്ടി മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി, വെരി ഗുഡ്, വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും തോന്നുക? ഇതാണ് സെക്ഷൽ അട്രാക്ഷൻ. നോർമൽ സെക്ഷൽ ഫീലിംഗ് ഉള്ള ആൾക്കാർക്ക് ഈ അട്രാക്ഷൻസ് എല്ലാം തന്നെ സെക്ഷൽ അട്രാക്ഷനുമായിട്ട് മിക്സ് ചെയ്ത് കാണാറുണ്ട്. ഒരു അട്രാക്ഷൻ മറ്റൊരു അട്രാക്ഷനിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥ. പക്ഷെ അസെക്ഷൽ ആയിട്ടുള്ളവർക്ക് അങ്ങനെ മുകളിൽ പറഞ്ഞ അട്രാക്ഷൻസ് ഒന്നും തന്നെ അതേപോലെ ഇരിക്കുകയും സെക്ഷൽ അട്രാക്ഷനിൽ എത്താതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഡിവോഴ്സിന് വേണ്ടി എന്നെ കാണാമെന്ന കുട്ടിയുടെ പ്രശ്നം എന്തായിരിക്കും? അവളുടെ ഹസ്ബൻഡ് സുന്ദരനാണ്, നല്ല ജോലിയുണ്ട്, നല്ല ഫ്രണ്ടാണ്, അവളുടെ എന്താവശ്യവും സാധിച്ചു കൊടുക്കും. ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും നല്ല സ്നേഹത്തിലാണ് അവളോട് പെരുമാറുന്നത്. ഒരു പരാതിയും ഹസ്ബൻഡിനെ പറ്റി അവൾക്കില്ല.
എന്തൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അവൾക്ക് അവളുടെ ഹസ്ബൻഡിനോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നാത്തത്? ഒരു പ്ലാറ്റോണിക് റിലേഷൻഷിപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് എല്ലാം അയാൾക്കില്ലേ? എന്നിട്ടും ആ കുട്ടിക്ക് ഫ്രണ്ട്ഷിപ്പ് മാത്രം. കൗൺസിലിങ്സ് നടത്തിയിട്ടും ഡിവോഴ്സ് വേണം. അപ്പോൾ എന്തായിരിക്കും അവളുടെ പ്രശ്നം? കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്കാൻ എന്തായിരിക്കും കാരണം? അതിനെപ്പറ്റി വിശദമായി നമുക്ക് അടുത്ത വീഡിയോ സംസാരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ.